നട്ടപ്പാതിരിക്ക് പോലീസുകാർ വന്നിട്ട്. താമരശ്ശേരി കോടഞ്ചേരിയിലെ ഫ്രഷ് ഗഡ് ഫാക്ടറിയിലെ സംഘർഷത്തിന് ശേഷം രാത്രി നോർത്ത് സോൺ ഐജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ 10ലേറെ ജീപ്പുകളിലും ഒരു ബസ്സിലും എത്തിയ പോലീസ് സംഘം കരിമ്പാലക്കുന്ന് പ്രദേശങ്ങളിൽ റെയ്ഡ് നടത്തി. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ രാത്രി സമയത്ത് 100 കണക്കിന് പോലീസുകാരെ കൂട്ടിയാണ് അനാവശ്യ റെയ്ഡുകൾ നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഇതുവരെ ശ്വാസം കിട്ടാതെ പ്രശ്നമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ പോലീസിന്റെ ശല്യം കൂടിയായെന്നും പ്രദേശത്തെ ജനങ്ങളും പ്രതികരിച്ചു. ഇത്രയും കാലം ഈ ശ്വാസം കഴിക്കാൻ പ്രശ്നമായിരുന്നു. ഇനി പോലീസുകാരെ തന്നെ കൂടിയോ ഇത് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ലെന്നും ജനാധിപത്യ രീതിയിൽ തികച്ചും സമാധാനപരമായി നടത്തുന്ന സമരങ്ങളെ പ്രകോപിപ്പിച്ച് ജനങ്ങൾ സൃഷ്ടിക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നും കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അറിയിച്ചു. അതേസമയം താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് ഗഡ് സംഘർഷത്തിൽ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് പോലീസ്. സ്ഥാപനത്തിലെ ജീവനക്കാരൻ രാജന്റെ പരാതിയിൽ സമരസമിതി പ്രവർത്തകരായ 28 പേരെ പ്രതി ചേർത്താണ് കേസെടുത്തത്. കമ്പിവടികളും മാരകായുധങ്ങളും ഉപയോഗിച്ച് ജീവനക്കാരെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് എഫ്ഐആർ. പരിക്കേറ്റ രാജൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഫ്രഷ് ഗഡ് സമരത്തിൽ 6 എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതിപട്ടികയിലുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് താമരശ്ശേരി പോലീസ്. താമരശ്ശേരി കരിമ്പാലക്കുന്നിലെ വീടുകളിൽ പ്രതികളെ തെരഞ്ഞുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ബുധനാഴ്ച അർദ്ധരാത്രിയിൽ വ്യാപക റെയ്ഡ് നടന്നത്.